കാനഡയിലേക്ക് കുടിയേറുന്നവരുടെ സ്വപ്നം PR നേടുക എന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാനഡ PR നൽകുന്നത് കുറച്ചിരുന്നു. ജനസംഖ്യാ വർധനവും തൊഴിൽ ക്ഷാമവുമായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. 2022 4,37,000 പേർക്ക് PR നൽകി കാനഡ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. 2021 ഇത് 4,50,000 ആയിരുന്നു. 2025 ആകുമ്പോഴേക്കും 5 ലക്ഷം പേരെ സ്വാഗതം ചെയ്യാനാണ് കാനഡ ലക്ഷ്യമിടുന്നത്. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം എന്ന പോയിന്റ് അധിഷ്ഠിത സംവിധാനം PR നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം ഒരു വലിയ അവസരമാണ് ഒരുക്കുന്നത്. ഇതിലൂടെ പ്രായം, വിദ്യാഭ്യാസം, ഭാഷാ പ്രാവീണ്യം, തൊഴിൽ പരിചയം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി പോയിന്റുകൾ നൽകുകയും ചെയ്യുന്നു. ഉയർന്ന സ്കോർ ഉള്ളവർക്ക് PR-ന് അപേക്ഷിക്കാനും സാധിക്കും. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം കീഴിൽ 3 പ്രധാന പ്രോഗ്രാമുകളാണുള്ളത്. കാനഡയിൽ തൊഴിൽ പരിചയമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക്, രണ്ടാമത്തേത് വിദേശത്തോ കാനഡയിലോ തൊഴിൽ പരിചയമുള്ള വിദഗ്ധ തൊഴിലാളികൾക്കാണ് അവസരമൊരുക്കുന്നത്. മറ്റൊന്ന് തൊഴിൽ നൈപുണ്യമുള്ള തൊഴിലാളികൾക്കാണ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വഴി കൂടുതൽ അവസരങ്ങളുള്ളത്. എക്സ്പ്രസ് എൻട്രിയിലൂടെ PR-ന് അപേക്ഷിക്കുന്നതിന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഘട്ടം 1 ആവശ്യമായ രേഖകൾ തയ്യാറാക്കുക. ഭാഷാ പരീക്ഷാ ഫലങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഘട്ടം 2 എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കണം. ഉയർന്ന CSR സ്കോർ ഉള്ളവരെ PR-ന് അപേക്ഷിക്കാൻ ക്ഷണിക്കും. ഘട്ടം 3 PR-ന് അപേക്ഷിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടാൽ അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കണം. IRCC അപേക്ഷ പരിശോധിച്ച് അന്തിമ തീരുമാനം അറിയിക്കും. ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. കനേഡിയൻ തൊഴിലാളികളെക്കുറിച്ച് കൃത്യമായ ധാരണയും ഉണ്ടായിരിക്കണം. കാനഡയിൽ തൊഴിൽ പരിചയമുള്ള വിദഗ്ധ തൊഴിലാളികൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കാനഡയിൽ 1 വർഷത്തെ പരിചയമുണ്ടായിരിക്കണം. ഇതിന് വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമായി വരില്ല. എന്നാൽ FSWP വിഭാഗത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1 വർഷത്തെ തുടർച്ചയായ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം. ഈ ജോലിക്ക് ഓഫർ ആവശ്യമില്ല. എന്നാൽ ഉണ്ടെങ്കിൽ അധിക പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും. സെക്കൻഡറി വിദ്യാഭ്യാസം ഈ ജോലിക്ക് ആവശ്യമാണ്. FSTPക്ക് അപേക്ഷിക്കുന്നവർക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2 വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം. സാധുവായ ജോലി ഓഫറോ സർട്ടിഫിക്കേഷനോ ആവശ്യമാണ്. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല എന്നും അധികൃതർ പറയുന്നുണ്ട്. അതേസമയം ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ CRS സ്കോർ വന്നാൽ ആദ്യം പ്രൊഫൈൽ സമർപ്പിച്ചവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. CRS സ്കോറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പ്രായം, വിദ്യാഭ്യാസം, ഭാഷാ പ്രാവീണ്യം, തൊഴിൽ പരിചയം, പങ്കാളി ഘടകങ്ങൾ, കാനഡയുമായുള്ള ബന്ധം എന്നിവയാണ്. FSWPക്ക് കീഴിൽ അപേക്ഷിക്കാൻ 67 പോയിന്റുകൾ നേടണം. എന്നാൽ എക്സ്പ്രസ് എൻട്രി പൂളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു CR സ്കോർ നൽകപ്പെടും. ഏകദേശം 2 ആഴ്ച കൂടുമ്പോൾ IRCC ഒരു എക്സ്പ്രസ് എൻട്രി ഡ്രോ നടത്തുകയും CRS കട്ട് ഓഫ് സ്കോർ നിശ്ചയിക്കുകയും ചെയ്യും. ഈ കട്ട് ഓഫിന് മുകളിൽ സ്കോർ ഉള്ളവർക്ക് PR ലഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാനഡയിലേക്ക് കുടിയേറി മികച്ച ഭാവി സ്വപ്നം കാണുന്നവർക്ക് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.